എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പൊ കടായി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. സവാള അരച്ചതിന് ശേഷം തയ്യാറാക്കും, സവാള വഴറ്റിയതിന് ശേഷം തയ്യാറാക്കും, രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ക്യാപ്സിക്കം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഞാനും ഇതിനു മുമ്പ് കടായി ചിക്കൻ്റെ വേറൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഇതെന്ന് പറയുന്നത് വേറൊരു റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള കടായി ചിക്കൻ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം കടായി ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് കടായി മസാല ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവനോട് കൂടിയ മല്ലി ഞാനൊരു ചൂടായിട്ടുള്ള കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലി. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ. മുഴുവനോട് കൂടിയ കുരുമുളക് 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ 6 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ഉണക്കമുളക് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം, പക്ഷെ കരിഞ്ഞൊന്നും പോയരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ക്യൂമിൻ സീഡ്സ് അല്ലെങ്കിൽ നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടി നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. മല്ലിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും ഇതുപോലെ മാറ്റി വയ്ക്കണമെങ്കിൽ ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വന്നോളൂ കേട്ടോ. ഇത് മതി, ഞാനത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഈ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്, നല്ല പൊടിയായിട്ട് മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കടായി മസാല റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കുക. ഇനി ആ സെയിം കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 ഗ്രാമ്പു, 6 ഏലക്കായ. ഇതൊന്ന് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചത് കേട്ടോ, ഒരു 12ഓളം മല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വലിയ സവാള മുറിച്ചത്, ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി മുറിച്ചതിന് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ആണെങ്കിലും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 6 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, പക്ഷേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഇനി സെയിം കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം സമയം ഇത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും സവാളയും ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ വഴറ്റിയെടുത്തില്ല, ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന്
അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുത്താൽ മതിയോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ഇതുപോലെ നിറയെ വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചെടുത്ത മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റിയൊന്നും എടുക്കണില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നതാണ്. ഇപ്പോൾ ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഒരു കടായി മസാല ഉണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ ചേർക്കുക. കാരണം നമ്മൾ വേറെ മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ലല്ലോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻ. ഒരുപാട് വലിപ്പത്തിലുള്ളത് വേണ്ട, മീഡിയം ടു സ്മോൾ എന്തായിരിക്കും നന്നായിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൽ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ട് ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രേവി കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വെള്ളം തന്നെയാണ് കേട്ടത്. കൂടുതൽ ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ സവാള ഉണ്ടല്ലോ, സവാളയും ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കൊന്നും ഒരുപാട് അങ്ങോട്ട് വെന്ത് പോരുത് കേട്ടോ, ഒന്ന് ക്രഞ്ചിയായിട്ട് കിടക്കണം. ആ ഒരു രീതിയിൽ തന്നെ മതിയോ. പക്ഷെ ക്യാപ്സിക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും. ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കസൂരി മേത്തി, ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊന്ന് എന്താ പറയുക നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുക. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറാണ്. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വേണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് സെമി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ എടുക്കണത് കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിലൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കുക. ഇതിപ്പോൾ ഒരുവിധം എല്ലാ സംഭവങ്ങളുടെയും കൂടെ പോകുന്ന ഒരു കറി തന്നെയാണ്. ഇപ്പോൾ പൊറോട്ടയാണെങ്കിലും ഫ്രൈഡ് റൈസ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടി അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.